ജോർജുട്ടി, ദേ ചായ. ജോർജുട്ടി, ഞാനൊരു കാര്യം പറഞ്ഞാലേ സമ്മതിക്കോ? എന്താ കാര്യം? സമ്മതിക്കോന്ന് പറ. എന്താ കാര്യം എന്ന് പറ, എന്നിട്ട് ആലോചിക്കാം. എന്താ ഇത്? വായിച്ചു നോക്ക്. തൊടുപുഴ പാറയിൽ പള്ളിയിൽ കുടുംബ ധ്യാനം. ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 6:30 വരെ. കുറെ നാളായിട്ടുള്ള എന്റെ ആഗ്രഹമാ കാച്ചിരപ്പള്ളി അച്ഛന്റെ ധ്യാനം ഒന്ന് കൂടണമെന്ന്. നമുക്കൊന്ന് പോവാം. എനിക്ക് വരാൻ സാധിക്കില്ല. അത്ര നിർബന്ധമാണെങ്കിൽ നീയും പിള്ളേരും വയ്ക്കോ. അങ്ങനിപ്പ ഞങ്ങൾ തന്നെ പോകുന്നില്ല. കുടുംബ ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ എല്ലാവരും സംബന്ധിക്കേണ്ടതാ. അച്ഛാ, എനിക്കൊരു സംശയം. ഇന്നത്തെ ഹർത്താൽ എന്തിനു വേണ്ടിട്ടാ? പേപ്പർ വായിക്കാത്ത അച്ഛൻ അതെങ്ങനെ അറിയാൻ എന്റെ മോളെ? പെട്രോളിന് വില കൂടിയോണ്ടാ. പേപ്പർ വായിക്കാത്ത അച്ഛനത് എങ്ങനെ അറിയാം? ബുദ്ധിയുള്ളവർക്ക് പേപ്പർ വായിക്കണ്ട. പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞ് മാരുതിക്കാർ വാങ്ങാതിരിക്കരുത്. അതെന്താ നിനക്കെന്നെ ഒരു വിശ്വാസമില്ലാത്തതുപോലെ? അല്ല, അച്ഛന്റെ കാര്യമായതുകൊണ്ടാ. അതോർത്ത് നീ പേടിക്കണ്ട. പെട്രോൾ വിലയും നമ്മുടെ കാറ് വാങ്ങിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്താ മാരുതി കാറിൽ പെട്രോൾ ഒഴിക്കണ്ടേ? ഷെഡിൽ കിടക്കാൻ പോകുന്ന വണ്ടിക്ക് എന്തിനാ പെട്രോള്? അതെ, എൻ്റെ കയ്യിൽ നിന്ന് 1800 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നേച്ചർ ക്ലബിന്റെ വിശേഷമൊന്നും പറഞ്ഞില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പ്? അടിപൊളിയായിരുന്നു. കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള സ്കൂളിൽ നിന്ന് പിള്ളേരുണ്ടായിരുന്നു. പകലൊക്കെ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതിനെ കുറിച്ചും ക്ലാസ്സുകൾ. വൈകിട്ട് പാട്ടും ഡാൻസും, പിന്നെ രാത്രിയിലെ ക്യാമ്പ് ഫയറും. അതെന്താ സാധനം? അച്ഛൻ അതെന്താന്ന് മനസ്സിലായില്ല. മോള് പറഞ്ഞു കൊടുക്ക്. അമ്മയ്ക്ക് മനസ്സിലായോ? വിറക് കത്തിച്ചിട്ട് അതിനു ചുറ്റും ആളുകൾ ഇരിക്കില്ലേ, അതിനെ ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത്. എന്നിട്ട് ചുറ്റും ഇരുന്ന് പലതരം കളികളും പാട്ടും ഒക്കെയാ. ചേച്ചി എന്തെങ്കിലും ചെയ്തോ? എന്നെ കൊണ്ടൊരു പാട്ട് പഠിച്ചു. ഇംഗ്ലീഷാ? ഏയ്, മലയാളം പാട്ട്. നീ ഏതോ ഇംഗ്ലീഷ് പാട്ട് പഠിച്ചതല്ലേ? അത് പാടാൻ മേലായിരുന്നോ? കുറച്ചു പിള്ളേർ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടി. എന്ത് രസാന്നറിയോ? നമ്മളൊന്നും അതിന്റെ 7 അയലത്ത് പോലും വരില്ല. സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ പിള്ളേരായിരിക്കും. ഹേയ്, അവരൊന്നും അല്ല. അവര് ഞങ്ങളൊക്കെ പോലെ തന്നെയാ. ഇത് എറണാകുളത്തെ തന്നെ ചില വലിയ സ്കൂളിലെ പിള്ളേരാ. എപ്പോഴും ഇംഗ്ലീഷിലേ സംസാരിക്കൂ. പിന്നെ അവരൊക്കെ വലിയ വലിയ ആൾക്കാരുടെ മക്കളാ. ഒരാള് ജഡ്ജിയുടെ മകൻ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ടി വിയിൽ ഒരു ഫ്ലാറ്റിന്റെ പരസ്യം കാണാറില്ലേ, അതിന്റെ ഉടമസ്ഥന്റെ മകൻ. പിന്നെ ഒരു IG-യുടെ മകൻ. അവനൊരു തല്ലിപ്പൊളിയാ. എപ്പോഴും മൊബൈൽ ഫോണിൽ പെണ്ണുങ്ങളുടെ ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടാ നടപ്പ്. അവൻ നിന്റെ ഫോട്ടോ എടുത്തു. നീ എന്തിനാ നിന്നു കൊടുത്തത്? നിന്ന് കൊടുത്തതല്ല, അവൻ വന്ന് എടുത്തതാ. എടുക്കരുതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കില്ല. പിന്നെ ആരോ കംപ്ലൈന്റ് ചെയ്തപ്പോ സാറ് വന്ന് അവനെ വഴക്ക് പറഞ്ഞു നിർത്തിച്ചു. നീ ഈ പത്രമൊക്കെ വായിക്കുന്നതല്ലേ? ഇങ്ങനെയുള്ള ഫോട്ടോ കാരണം എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഫോട്ടോ എടുക്കരുതെന്ന് വാ തുറന്ന് പറയണം. അപ്പൊ നമ്മൾ സ്റ്റുഡിയോയിലും കല്യാണത്തിനും ഒക്കെ ഫോട്ടോ എടുക്കുന്നതോ? നിനക്ക് ഇത്ര വിവരമില്ലാതായി പോയല്ലോ. എടി, അത് സാധാരണ ക്യാമറയിൽ എടുക്കുന്നതല്ലേ. മൊബൈൽ ഫോണിലെ ക്യാമറയിൽ എടുക്കുന്നത് തുണിയില്ലാത്ത രീതിയിലുള്ള ഫോട്ടോയാ. അച്ഛ, ഇത് കേട്ടോ? അപ്പൊ അമ്മ അങ്ങനെയാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എന്റെ അമ്മേ, മൊബൈൽ ക്യാമറയിൽ എടുക്കുന്ന സാധാരണ ഫോട്ടോ തന്നെയാ. അത് പിന്നെ കമ്പ്യൂട്ടറിലിട്ട് മാറ്റിയെടുക്കുന്നതാ. അതേത് ഫോട്ടോയും മാറ്റാം. അച്ഛ, ഈ അമ്മയ്ക്കൊരു വിചാരമുണ്ട്, അമ്മ പറയുന്ന എല്ലാം ശരിയാന്ന്. മോളത് കാര്യമാക്കണ്ട. 10ാം ക്ലാസ് തോറ്റ ഒരു വിഡ്ഢിയുടെ അഹങ്കാരമായിട്ട് കരുതിയാ മതി. 4ാം ക്ലാസ് വിജയിച്ച ഒരു ബുദ്ധിമാൻ എന്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി. ആ, ഇത് കെട്ടിനകത്തൂടെ മണ്ണൊലിച്ചു പോയതുകൊണ്ടാ തറ ഇരുന്നു പോയത്. എത്ര നാളായി ഇതിങ്ങനെ കിടക്കാന്നറിയാം. ചെറിയ പണികൾക്ക് ആളെ കിട്ടാനില്ല. അതുകൊണ്ട് ഈ മുറി വാടകയ്ക്ക് കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുക. ഇതൊന്ന് പൊളിച്ചു കിട്ടിയ ഒരു ദിവസത്തെ പണിയേ ഉള്ളൂ. പൊളിച്ചായിട്ടേക്കാം. പണിക്കാരെ വിട്ടൊന്ന് കെട്ടി തന്നാ മതി. ആ, ഇന്നോട്ട് വാർക്കയുടെ തട്ട് പൊളിക്കാൻ തുടങ്ങുക. തിങ്കളാഴ്ച മുതൽ പോലീസ് സ്റ്റേഷൻ്റെ തറയുടെ പണി തുടങ്ങണം. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ചെയ്തു തരാം. അതുപോലെ. ഓ, ധാരാളം. ആ, എന്നാൽ ഞാൻ പോയിക്കോട്ടെ, വൈകിട്ട് ചായയുടെ സമയമായി. ഞാനും വരാം. ആ, സോമസാറേ, ഒന്ന് നിന്നേ. സാറിന് ഞാൻ എത്ര രൂപ തരണം? അല്ല, ഞാൻ സാറിൻ്റെ ഇന്ന് കുറച്ച് ഓസിന് മേടിച്ച് ഞണ്ണിയിട്ടുണ്ടല്ലോ, അതിൻ്റെ പൈസ ഇപ്പം അങ്ങ് തരാമെന്ന് വിചാരിച്ച്. താൻ എന്താണോ വിചാരിച്ചേ? SOD എന്ന് പറഞ്ഞാൽ അയാൾ എന്നെ കൊണ്ട് മൂക്കി കെട്ടിക്കളയുന്നു. വല്ലവനും പറയുന്ന കേട്ടിട്ട് ചാടാൻ നിൽക്കല്ലേ.
ഞാൻ ഈ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഷെയർ എസ് ഐക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അയാളോട് ഇന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം, അതല്ലെങ്കിൽ നിന്റെ ഇവിടുത്തെ പണി ഞാൻ അവസാനിപ്പിക്കും. അത് കള സഹദേവൻ സാറേ, ഇവിടുത്തെ എസ് ഐ സുരേഷ് ബാബു സാറിനെ ഞങ്ങൾക്കും അറിയാം. അദ്ദേഹം ഇവിടുത്തെ പരിപാടിയെ കൂട്ടിവെക്കില്ല. നിനക്കെന്താണ് ഇത്ര വലിയ ചൊറിച്ചില്? അതെ, ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര ചോദിച്ചില്ല, ഒരു ഡോക്ടറെ കാണിക്കണം. എന്നാ പണം ഞാൻ ചൊറിഞ്ഞുതരാം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, കാശ് എന്ന സഹദേവൻ എന്ത് പണിയും ചെയ്യും. മാറോ ജോർജ് കുട്ടി, ഒരു ദിവസം നിന്നെ എന്റെ കൈക്കണയും കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. ഓ. ഇറോ. പുലി പോലെ വന്നത് എലി പോലെ പോയി. ചേട്ടൻ എന്തിനാ എനിക്ക് വേണ്ടി അയാളടുത്തൊക്കെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? ജോർജ് കുട്ടി ഒന്നുമില്ലല്ലോ, ഓനൊരു പോലീസുകാരനല്ലേ, വേർപ്പിക്കണ്ടായിരുന്നു. ഞാൻ എന്തിന് പോലീസിനെ പേടിക്കണം? ഈ നിമിഷം വരെ നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, നാളെ ഒട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല.